വിധിയുടെ ഗർത്തത്തിലെ കറുത്ത അധ്യായത്തിൽ ജീവിതം കൊണ്ടെഴുതിവെച്ച വിലാപഗീതം പോലെ ഈ ജീവിതം. അടിപതറി നിപതിക്കാവുന്ന അനേക നിമിഷങ്ങൾക്കിടയിലും നാഥന്റെ കരങ്ങൾ തന്നെ താങ്ങിയെന്ന് ഈ അമ്മയും മകനും. വസന്തവും വർഷവും തുഷാരകാലവും വന്നെത്തി നോക്കുമ്പോഴും നിർവികാരത്വത്തിൻ്റെ ഊഷരത തങ്ങളുടെ ദിനരാത്രങ്ങളിലൂടെ കടന്നുപോയി. ഇറ്റുവീഴാത്ത കണ്ണീർക്കണങ്ങളാൽ ആർജവം പൂകുന്ന ഒരമ്മയുടെ കരുത്ത്. 95 ഫെബ്രുവരി ഞങ്ങൾക്ക് ഏറെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. ഫെബ്രുവരി 4-ാം തീയതിയാണ് ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞ് സാവിയോ ജോസ് ജനിക്കുന്നത്. പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട എന്നോട് ഡോക്ടർ പറഞ്ഞു, പ്രസവത്തിന് സമയമായില്ല, ഹോസ്പിറ്റലിൽ ഒബ്സർവേഷനിൽ വെക്കാമെന്ന് പറഞ്ഞു. പക്ഷെ പ്രസവത്തിനുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പ് തൊട്ടടുത്തുള്ള ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എമർജൻസി ഓപ്പറേഷൻ അല്ലെങ്കിൽ സിസേറിയൻ പെട്ടെന്ന് ചെയ്യണം എന്നുള്ളൊരു റെഫറൻസ് ലെറ്ററുമായിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തിയത്. പക്ഷേ ഡോക്ടർ പറയുന്നു ഇവിടെ വന്നപ്പോൾ താമസമുണ്ടെന്ന്. അങ്ങനെ വെയിറ്റ് ചെയ്തു. അങ്ങനെ എൻ്റെ വയറ്റിൽ കുഞ്ഞ് ചലനമൊക്കെ കുറഞ്ഞ് ഒരു മരണാവസ്ഥയിലായപ്പോൾ ഡോക്ടർ പിന്നെ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കുകയായിരുന്നു. 36 മണിക്കൂറോളം താമസിച്ചാണ് ഓപ്പറേഷൻ ചെയ്തത്. എനിക്ക് സന്തോഷമായിരുന്നു, കാരണം എൻ്റെ വയറ്റിൽ നിന്ന് കുഞ്ഞ് ലോകത്തിലേക്ക് കടന്നു വരുന്നത്, എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ്, അവനൊരു ആൺകുട്ടിയാണെന്നൊക്കെ എൻ്റെ ഉള്ളിലൊരു ബോധ്യം ഉണ്ടായിരുന്നു. ആദ്യത്തെ മോളായിരുന്നു. എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു, കുഞ്ഞിനെ കാണാമല്ലോ എന്നുള്ള ഏതൊരു ഗർഭിണിയുടെയും പോലെയുള്ള സ്വാഭാവികമായ ഒരു സന്തോഷം, പ്രസവത്തോടടുക്കുമ്പോഴുള്ള ഒരു അതിസന്തോഷം. പക്ഷെ ഓപ്പറേഷൻ ടേബിളിൽ കിടത്തി തന്നെ മെഡിസിൻ തന്നിട്ട് ആ മെഡിസിൻ ശരീരത്തിലൂടെ പ്രവഹിക്കാത്തതിനാൽ വെറുതെ എൻ്റെ ശരീരം കീറി മുറിക്കുകയായിരുന്നു. പ്രാണവേദനയോടെ പിടഞ്ഞ് കരഞ്ഞു ഞാൻ. പക്ഷെ അത്രയും വിഷമത്തിലൂടെ പോയിട്ടും എൻ്റെ കുഞ്ഞു മരിച്ച അവസ്ഥ. സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തു. കുഞ്ഞിനെ അവർ ബക്കറ്റിൽ നിക്ഷേപിച്ചു. മരിച്ചുവെന്ന് പുറത്ത് അമ്മച്ചിക്ക് അവർ അറിയിപ്പ് കൊടുത്തിരുന്നു. സിസേറിയന് മുമ്പ് തന്നെ കുഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞിരുന്നു. ഇന്നത്തെ പോലെയുള്ള മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ലാൻഡ് ഫോൺ എല്ലാ വീട്ടിലും ഒന്നും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. കിലോമീറ്ററുകൾ ദൂരെയുള്ള വീട്ടിലേക്ക് അമ്മച്ചി വളരെ കഷ്ടപ്പെട്ടാണ് വിവരങ്ങൾ അറിയിച്ചത്. രാത്രിയിൽ ആകെ തകർന്നൊരവസ്ഥയിലായിരുന്നു അമ്മച്ചി. ഞാൻ ഇത്രയും വിവരങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷെ കുഞ്ഞിൻ്റെ കരച്ചിൽ കിട്ടാത്തത് കൊണ്ട് കുഞ്ഞു മരിച്ചു എന്നെനിക്ക് ഉറപ്പായി. അതിനുശേഷം കുഞ്ഞിനെ എടുത്തിട്ട് അവരെന്നെ രക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു. കുഞ്ഞിനെ ശ്രദ്ധിച്ചില്ല, മരിച്ചുപോയ കുഞ്ഞാണല്ലോ എന്ന് വിചാരിച്ച്. സിസേറിയൻ സമയത്ത് ഏലിയമ്മ എന്ന് പറയുന്ന ഒരു ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നു ലേബർ റൂമിൽ. ആ ഡോക്ടറാണ് ഒരു പാളി നോട്ട് ബക്കറ്റിലേക്ക് നോക്കിയപ്പോഴാണ് ചെറു ചലനം കുഞ്ഞിന് കണ്ടത്. ഡോക്ടർ പെട്ടെന്ന് കുഞ്ഞിനെ എടുത്ത് ടേബിളിലോട്ട് കിടത്തി. അതിനുശേഷം തിയേറ്ററിൻ്റെ വാതിക്കലേക്ക് പാഞ്ഞു എന്ന് ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ പൈസയുള്ളവരാണോ? എന്താ കാര്യമെന്ന് ചോദിച്ചു. എൻ്റെ മൂത്ത ബ്രദറിൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, കുഞ്ഞ് മരിച്ചത് ഒരവസ്ഥയാണ്, എങ്കിലും വിദഗ്ധ ചികിത്സ കൊടുത്ത 1% മാത്രം സാധ്യതയുണ്ട്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം കുഞ്ഞിനെ കൊണ്ടുപോയാൽ മതി എന്ന് നിരുത്സാഹപ്പെടുത്തുക ചെയ്ത്. പക്ഷെ വലിയ ഉത്സാഹത്തോടു കൂടി എൻ്റെ കുടുംബാംഗങ്ങൾ കുഞ്ഞിനെ കൈയേറ്റു. 36 കിലോമീറ്ററോളം ദൂരെയുള്ളൊരു അത്യാധുനിക സൗകര്യമുള്ളൊരു ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ മാറ്റപ്പെട്ടു. ഞാൻ ആ ഓപ്പറേഷൻ തിയേറ്ററിലെ ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് ആ തിയേറ്ററിൽ തന്നെ കിടന്നു. പിന്നീട് എനിക്ക് നല്ലൊരു ബോധമുണ്ടായിരുന്നില്ല. 8 ദിവസങ്ങൾക്ക് ശേഷമാണ് സുബോധം തിരിച്ചു കിട്ടിയത്.
ജീവിച്ചുമില്ല മരിച്ചുമില്ല എന്നൊരവസ്ഥയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഞാൻ പുറന്തള്ളപ്പെട്ടു. ഓർമ്മ വയ്ക്കുമ്പോൾ എൻ്റെ അടുത്ത് കുഞ്ഞില്ല, കുഞ്ഞു മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചു. ഒരു മരുന്നും ഫലിക്കാത്തൊരവസ്ഥയിൽ എൻ്റെ ശരീരത്ത് പച്ച മാംസം കീറിയത് മൂലം മുറിവെല്ലാം പഴുത്ത് വ്രണമായി. 8 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കാറിലെടുത്ത് കിടത്തി മോൻ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി മോൻ ജീവിക്കുന്നുണ്ടെന്ന് എല്ലാവരുടെയും സംസാരത്തിൽ നിന്ന്. നല്ലൊരു ബോധത്തിലേക്ക് ഞാനും തിരിച്ചു വന്നു. പിന്നീട് മോനെ കാണാനുള്ള ആകാംക്ഷയായി. മോൻ അഡ്മിറ്റായിരിക്കുന്ന ആശുപത്രിയിലേക്ക് എന്നെയും പ്രവേശിപ്പിച്ചു. കാറിൽ യാത്ര ചെയ്ത എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വയറിലെ പഴുപ്പ് മൂലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നു. ആദ്യത്തെ ദിവസം മോനെ കാണാൻ പറ്റിയില്ല. പിന്നീട് ദിവസങ്ങളോളം തലയണയിൽ കമിഴ്ത്തി കിടത്തി വയറിൽ നിന്ന് പഴുപ്പ് എടുത്തു മാറ്റിക്കൊണ്ടിരുന്നു. യാതനയുടെ ദിവസങ്ങളായിരുന്നു. അടുത്ത ദിവസം മോന് ആയിരിക്കുന്ന നഴ്സറിയിലേക്ക് ഞാൻ മോനെ കാണാൻ പോവുകയാണ്. കുഞ്ഞിനെ കണ്ട ഞാൻ അക്ഷരാർത്ഥത്തിൽ തളർന്നുപോയി. കണ്ണ് തുറക്കാത്ത ഒരു ഗർഭാവസ്ഥയിലുള്ള ഒരു കുഞ്ഞിനെ പോലെ ജീവൻ ഉണ്ടെന്നറിയാനായിട്ട് ചെറിയൊരു ശ്വാസം മാത്രം. കരയില്ല. അവനെന്തെങ്കിലും വായിൽ നിന്നൊരു സ്വരം വരണമെങ്കിൽ അവൻ്റെ കാൽവെള്ളയിൽ ചെറുതായിട്ട് തട്ടിക്കൊടുക്കുമ്പോൾ ചെറിയ കിളി ഞരങ്ങുന്ന പോലെ ഒരു ഞരക്കം മാത്രം. 8 ദിവസം എൻ്റെ കുഞ്ഞിന് മുലപ്പാൽ നിഷേധിക്കപ്പെട്ടു. 9ാം ദിവസമാണ് അവൻ ഫില്ലറിലിറ്റിച്ച അമ്മിഞ്ഞാപ്പാൽ നുണഞ്ഞത്. പിന്നീട് പ്രതീക്ഷയുടെ ദിവസങ്ങളായിരുന്നു. ഡോക്ടേഴ്സിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ ആ അപകടാവസ്ഥ തരണം ചെയ്തു. 22 ദിവസത്തെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം മോനെയും കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. മാസത്തോളമായിട്ടും മോൻ എണീറ്റിരിക്കുന്നില്ല. 8 മാസമായിട്ടും ഇരിക്കാനുള്ളൊരു ശ്രമമൊന്നുമില്ല. 8ാം മാസത്തിലാണ് ഞങ്ങൾ വീണ്ടും ഇവനെ വിദഗ്ധമായ ചികിത്സയ്ക്ക് വിധേയനാക്കിയത്. അപ്പോഴാണ് ഒരമ്മയ്ക്കും താങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സംസാരം ഡോക്ടറിൽ നിന്നുണ്ടായത്. ഈ കുട്ടി ഒരിക്കലും നോർമൽ കുട്ടിയാകില്ല. ജനന സമയത്തുണ്ടായ തലച്ചോറിലുണ്ടായ ഒരു ആഘാതം കുഞ്ഞിൻ്റെ സെർബ്രം, നട്ടെല്ല്, സുഷുമ്ന നാഡി എല്ലാം തളർത്തിക്കളഞ്ഞു. അതുകൊണ്ട് കുഞ്ഞിന് എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിലെ ഒരു വിഭാഗത്തിലേക്ക് മാറ്റപ്പെട്ടു. അവിടെ ഡോക്ടർ MKC നായരുടെ കീഴിൽ ആദ്യം കുഞ്ഞിന് വിദഗ്ധ ചികിത്സ കൊടുത്തു തുടങ്ങി. ഡോക്ടറെ ആശ്വസിപ്പിച്ചു, ഇവന് പ്രശ്നമൊന്നുമില്ല, 3 വർഷം വരെ കുഞ്ഞിന് അംഗവൈകല്യമൊന്നും വരാതിരുന്നാൽ അവൻ സാധാരണ കുട്ടിയെ പോലെ നടന്നു തുടങ്ങിക്കോളുമെന്ന്. നിരന്തരമായ യാത്രകളും ട്രീറ്റ്മെൻറ്റുമായി 3 വർഷം കടന്നുപോയി. കുഞ്ഞിൻ്റെ ശരീരത്തിന് ഒരു അംഗവൈകല്യവും വന്നില്ല. പക്ഷേ അവൻ കാല് തറയിൽ വെച്ചുമില്ല, നടന്നുമില്ല. 3 വർഷം കഴിഞ്ഞ് ആ ട്രീറ്റ്മെൻറ്റ് തീർന്നു. അവരവിടുന്ന് പറഞ്ഞയച്ചു. അവർക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. എനിക്കുള്ള കഴിവുകളെ വളർത്തിയെടുക്കുന്നതിന് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപകരണമാകുവാൻ ബ്ലെസ്സി ഒത്തിരി കാരണമായിട്ടുണ്ട്. പലരും ഈ കുഞ്ഞിനെ നശിപ്പിച്ച് കളഞ്ഞെങ്കിൽ എന്ന് പോലുമൊക്കെ ആഗ്രഹിച്ച നിമിഷങ്ങളുണ്ടായിരുന്നുവെന്ന് എനിക്കറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇത് ദൈവം തന്ന ഒരു ദാനമായിട്ട് സാവിയോയെ സ്വീകരിച്ചുകൊണ്ട്
ആ കുഞ്ഞിന് വേണ്ടിയിട്ട് അനുഭവിക്കുന്ന ത്യാഗങ്ങളെല്ലാം ദൈവത്തിന് കാഴ്ചവെച്ച് അതുതന്നെ ഒരു സമർപ്പണമാക്കി മാറ്റി എന്നുള്ളതാണ് ഈ അമ്മയുടെ വലിയ കാര്യം. അതുപോലെ ഞാൻ ബ്ലസ്സിയിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, ഞാൻ വന്നിട്ട് അധികം ആയിട്ടില്ല, എല്ലാ ദിവസവും മുടങ്ങാതെ ദൈവബലിയിൽ സംബന്ധിക്കുവാനായിട്ട്, ദൈവബലി വിശുദ്ധ കുർബാന വലിയ ഒരു ശക്തി കേന്ദ്രമായിട്ട് കാണുന്നുണ്ട്. അതിൽ നിന്ന് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ചിലവുകളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി തന്നാലാകുന്ന ജോലികളൊക്കെ ക്രമപ്പെടുത്തി ചെയ്യുവാനായിട്ട് ഈ അമ്മ ബ്ലസ്സി ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട്. ഓരോ ആശുപത്രിവാസങ്ങളും വലിയ വേദനകളുടെ ദിനങ്ങളായിരുന്നു. ആ വേദനകളൊക്കെ അവൻ സന്തോഷത്തോടെ സഹിച്ചു. കയ്പുള്ള മരുന്നുകളൊക്കെ വളരെ സന്തോഷത്തോടെയാണ് അവൻ സ്വീകരിച്ചത്. സാധാരണ ഒരു കുട്ടിയെ പോലെയാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ആ കുഞ്ഞും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒപ്പം വിദ്യാഭ്യാസവും. അക്ഷരം പഠിക്കാൻ തുടങ്ങിയ കുഞ്ഞ് 6 മാസം കൊണ്ട് പഠിക്കേണ്ടതായ എല്ലാ അക്ഷരങ്ങളും 1 മാസം കൊണ്ട് പഠിച്ചു തീർന്നു. പിന്നീടാണ് അവൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അവിടെ മുതൽ ഏറെ തിക്തതകളുടെ കയ്പ് നീര് കുടിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കടന്നു വന്നു. ഇങ്ങനെ കാല് തറയിൽ വയ്ക്കില്ലാത്ത, നിരങ്ങാൻ പോലും വയ്യാത്തൊരു കുഞ്ഞിന് അഡ്മിഷൻ തരാൻ ഒരു സ്കൂളുകാരും തയ്യാറായില്ല. അങ്ങനെ ഒരു അന്വേഷണത്തിൻ്റെ ഒടുവിൽ കോതമംഗലത്ത് സെൻറ്റ് ജോസഫ് സ്കൂളിൽ അവന് അഡ്മിഷൻ കിട്ടുകയാണ്. ആ സമയത്ത് മറ്റൊരു ദുരന്തം കൂടി നടന്നു. കുഞ്ഞിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ പെട്ടെന്നൊരു ദിവസം അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു. അതോടുകൂടി മോൻ്റെ ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട വന്നു. ആ സമയത്താണ് അവൻ 1-ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ വാങ്ങിക്കാനായിട്ട് കോതമംഗലത്ത് വരുന്നത്. ഒപ്പം അവന് എറണാകുളം കൊച്ചിൻ ഹോസ്പിറ്റലിൽ അടുത്ത ട്രീറ്റ്മെൻറ്റും തുടങ്ങി. അവിടുത്തെ ഡോക്ടർ, ഓർത്തോ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞു, 2 കാലും ഒരു പക്ഷേ ഓപ്പറേഷൻ ചെയ്താൽ, ഒരു പക്ഷേ എന്നല്ല, ഓപ്പറേഷൻ ചെയ്ത ഒരുപാട് കേസുകൾ ഇങ്ങനെ ഡോക്ടർ സുഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഭാരിച്ച ഒരു വലിയൊരു തുക ചിലവാക്കി കുഞ്ഞിൻ്റെ 2 കാലും ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷന് ശേഷം കുഞ്ഞ് കാല് തറയിൽ വെച്ച് നടക്കുന്നൊരു പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. പ്ലാസ്റ്റർ ഇട്ട കാലുമായിട്ട് പാവം കുഞ്ഞ് 3 മാസം റെസ്റ്റ് എടുത്തു. 3 മാസം കഴിഞ്ഞ് പ്ലാസ്റ്റർ വെട്ടിയപ്പോൾ ആദ്യത്തെ ഉണ്ടായിരുന്ന അത്രയും പോലും സ്വാധീനമില്ലാതെ കാല് വളരെ പരിതാപകരമായ അവസ്ഥയിലെത്തി. സാവിയോ കഴിഞ്ഞ 5-6 വർഷമായിട്ട് എനിക്കറിയാവുന്ന ഒരു കുട്ടിയാണ്. ഇപ്പം സാവിയോയും സാവിയോയുടെ അമ്മയും എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കാരണം സാവിയോയും ബ്ലസ്സിയെയും കുറിച്ച് മനസ്സിലാക്കിയെടുത്തോളം ഒരു സെർബ്രൽ പാൾസി ഉള്ള ഒരു കുഞ്ഞിനെ എത്ര കരുതലോടുകൂടിയാണ് ബ്ലസ്സി നോക്കുന്നതെന്നുള്ളതും, ആ ഒരമ്മ അനുഭവിക്കുന്ന കഷ്ടപ്പാട്, ആ കുഞ്ഞ് അനുഭവിക്കുന്ന വേദന, ഇതെല്ലാം എന്നെ ഒത്തിരി അവരിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത്. കുഞ്ഞിൻ്റെ പല പ്രശ്നങ്ങളുമായിട്ടാണ് ബ്ലസ്സി ആദ്യം എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നത്. ബ്ലസ്സി വിളിച്ച് പല കാര്യങ്ങളും എന്നോട് പറയുകയും കുഞ്ഞിൻ്റെ പ്രയാസങ്ങളും കുഞ്ഞിൻ്റെ അസുഖങ്ങളെക്കുറിച്ച് പറഞ്ഞ്, പ്രത്യേകിച്ച് മോൻ്റെ ഭക്ഷണക്രമം ശരിയായ മലശോധനയില്ലാതെ വരികയും ഭക്ഷണക്രമവും വരുന്നത് നമ്മളുടെ ട്രീറ്റ്മെൻറ്റിലൂടെ മോന് അതിൽ നല്ലൊരാശ്വാസം മോന് ലഭിക്കുകയുണ്ടായി. അന്നു മുതൽ സാവിയോ കുറച്ചുകൂടെ എന്നോട് കൂടുതൽ അടുത്ത് പെരുമാറാനും, സാവിയോട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഒരു സെർബ്രൽ പാൾസി ഉള്ള കുട്ടിയാണെങ്കിൽ പോലും ഒത്തിരി നല്ലൊരു ഗ്രാസ്പിംഗ് പവർ മോനുള്ളത് കൊണ്ട് മോൻ നല്ലതായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി ഞങ്ങളോട്. ആ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ അതുപോലെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും മോന് ചെറിയ ചെറിയ എക്സസൈസുകൾ കൊടുക്കുന്നതും മോന് ബ്രീത്തിങ് എക്സസൈസുകൾ കൊടുക്കുന്നതും എല്ലാം ബ്ലസ്സിയെ പറഞ്ഞ് മനസ്സിലാക്കി. അത് വളരെ ക്ഷമയോട് ആദ്യമേ ബ്ലസ്സി ഇതെല്ലാം പഠിച്ചതിന് ശേഷമാണ് ബ്ലസ്സി മോനെ ഇതെല്ലാം പഠിപ്പിക്കുകയും മോന് വേണ്ടി എല്ലാം ചെയ്യുന്നതും. സ്കൂളിൽ തുടരാൻ പറ്റാത്തൊരവസ്ഥയിലായതുകൊണ്ട് സ്കൂളിൽ നിന്ന് അവർ TC തന്ന് പറഞ്ഞു വിട്ടു. പിന്നീട് എറണാകുളത്ത് മറ്റൊരു സ്കൂളിൽ, കാക്കനാട് ഗവൺമെൻറ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. അവിടെയും ഇതുപോലെ ഹോം ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലെ കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നു. ദൂരം കൂടുതലായതുകൊണ്ട് ഞാൻ മോന് വേണ്ടിയിട്ട് അവിടെ താമസിച്ചു. ആ സമയത്ത് എൻ്റെ ജോലി പോയി. എംപ്ലോയ്മെൻറ്റിൽ നിന്ന്
ഗവൺമെൻറ് താൽക്കാലികമായി കിട്ടിയ ജോലിയായിരുന്നു, സ്ഥിരപ്പെടുന്ന ജോലിയായിരുന്നു. മോൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അവനെ വളർത്താനുള്ള അവന് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെക്കാൻ വേണ്ടി ജോലി ഉപേക്ഷിച്ചു. കാക്കനാട് സ്കൂളിൽ നിന്നും 1 വർഷം തികയുന്നതിന് മുൻപ് തന്നെ അവന് നിരന്തരമായ രോഗങ്ങളും എല്ലാം ആയതിനാൽ അവരും കുഞ്ഞിനെ TC തന്ന് പറഞ്ഞയച്ചു. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് ട്രീറ്റ്മെൻറ്റ് മാറ്റി. തുടർന്ന് വർഷങ്ങളോളം അവിടെയായിരുന്നു ചികിത്സ. ഒപ്പം തിരുവനന്തപുരത്ത് പഠിപ്പിക്കാനായിട്ട് പാളയത്തെ LMS കോമ്പൗണ്ടിൽ അഡ്മിഷൻ കിട്ടി. അവിടെ ഒരു സ്പെഷ്യൽ സ്കൂളുണ്ട്, ആ കുട്ടികളോടൊപ്പം പഠിക്കാൻ അഡ്മിഷൻ കിട്ടിയെങ്കിലും ഇവൻ്റെ പ്രായം പ്രശ്നമായതുകൊണ്ട് 12 വയസ്സ് എന്നുള്ളൊരു പ്രശ്നം വന്നതുകൊണ്ട് മോനെ അവർ തന്ന അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത് പറഞ്ഞു വിട്ടു. അതിനുശേഷം നെയ്യാറ്റിൻകര ശ്രീകാരുണ്യ മിഷൻ എന്ന് പറഞ്ഞ സ്കൂൾ അവനെ ഏറ്റെടുത്ത് പഠിപ്പിക്കാൻ തയ്യാറായി. അങ്ങനെ അലഞ്ഞും തിരിഞ്ഞും 4 ക്ലാസ് വരെ കുഞ്ഞ് പഠിച്ചു. അതിനുശേഷം അവനെ പഠിപ്പിക്കാൻ ഒരു സ്കൂളുകാരും തയ്യാറായില്ല. അപ്പോഴാണ് വിദ്യാഭ്യാസ വകുപ്പ് SSCയുടെ കീഴിൽ ഇങ്ങനെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് പ്രത്യേക പരിഗണനയൊക്കെ ഗവൺമെൻറ് സ്കൂളിൽ കൊടുത്തു തുടങ്ങിയതൊക്കെ. അങ്ങനെ ഞങ്ങളൊരു ഗവൺമെൻറ് സ്കൂളിൽ അഡ്മിഷൻ ചോദിച്ചു. ഒരു ഇൻ്റർവ്യൂ പാസ്സാകണമായിരുന്നു. സാധാരണ ഒരു UP സ്കൂളിലെ കുട്ടികൾ പാസ്സാകേണ്ട ഒരു ഇൻ്റർവ്യൂ ആണ് ആ കുട്ടിക്ക് മോന് വേണ്ടിയിട്ട് അവർ നടത്തിയത്. അവന് ഇൻ്റർവ്യൂവിൽ പാസ്സായി. അങ്ങനെ 5ാം ക്ലാസ്സിലേക്ക് അവന് സാധാരണ കുട്ടികളുടെ കൂടെ നോർമൽ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. കേരളത്തിലെയും ലക്ഷദ്വീപിൻ്റെയും ഭിന്നശേഷിക്കാരായ ആളുകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നാഷണൽ കരിയർ സർവീസ് സെൻറ്റർ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ്. ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശം ഇവിടെ വരുന്ന ഭിന്നശേഷിക്കാരായ ആളുകൾക്ക്, ഭിന്നശേഷിക്കാരെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്ഥിസംബന്ധമായ വൈകല്യമുള്ളവർ, മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകൾ, അതുപോലെ കേൾവിശക്തി കുറവുള്ളവർ, കാഴ്ചശക്തി ഇല്ലാത്തവർ, ഇങ്ങനെ വരുന്ന ആളുകളെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിലേക്കായി ഇവർക്ക് തൊഴിൽ പരിശീലനം നൽകുക, അവരുടെ കഴിവുകൾ വികസിപ്പിക്കുക, അവരുടെ കഴിവുകൾ കണ്ടെത്തുക, ആ ഒരു പ്രക്രിയയാണ് നമ്മളിവിടെ നടത്തുന്നത്. പലപ്പോഴും സമൂഹത്തിനൊരു ധാരണയുണ്ട്, ഇങ്ങനെയുള്ള കുട്ടികൾ മറ്റ് ഒരു തൊഴിൽ മേഖലയിലും വിജയിക്കാത്തവരാണ് എന്നുള്ളൊരു ധാരണയുണ്ട്. അത് മാറ്റിയെടുത്ത് ഈ കുട്ടികളിലും മനോഭാവത്തിലും ഒരു മാറ്റം വരുത്തി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിന് നമ്മളിവിടെ കൊണ്ടുവരുന്ന കുട്ടികളെ 1 മാസത്തെ ഒരു ഇവാലുവേഷന് വിധേയമാക്കും. അവരുടെ മാനസികവും ശാരീരികവും അതുപോലെ തന്നെ സാമൂഹികവും തൊഴിൽപരവുമായ അവരുടെ കഴിവുകൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുക. അതാണ് നമ്മുടെ ഉദ്ദേശം. എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്ത ജീവിതത്തിൽ തന്നെ ഒരു പ്രതിസന്ധിയായി തീർന്നു. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട പനക്കിലച്ചൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തുന്നത്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെത്തിയ അച്ഛൻ സ്നേഹപൂർവ്വം എന്നെ ഉപദേശിച്ചു. മോളെ, നീ ഇവനെ ഒരു ചലഞ്ചായി ഏറ്റെടുക്കണം. നിൻ്റെ കണ്ണീര് തോരണം. ഇനിയൊരിക്കലും കരഞ്ഞുകൊണ്ട് കുഞ്ഞിന് പാല് കൊടുക്കരുത്. ദൈവം പ്രത്യേകമായി നിന്നെ ഇവനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിനക്കവനെ ഒരു ചലഞ്ചായി ഏറ്റെടുക്കാമോ എന്നുള്ള അച്ഛൻ്റെ ആ വാക്കുകൾ ഒരു ദൈവീക സ്വരമായി എന്നിൽ ആഞ്ഞടിച്ചു. ഹൃദയത്തെ അത് ബലപ്പെടുത്തി. അതിനുശേഷം സാവിയോയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം മാറ്റപ്പെടുകയായിരുന്നു ഞാൻ അറിയാതെ. അങ്ങനെ ഞാനൊരു ദൃഢമായ ഒരു പ്രതിജ്ഞ എടുത്തു. ഒരിക്കലും ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ചു തന്ന ഈ കുഞ്ഞിനെ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ കൈവിടുകയില്ല എന്നുള്ളത്. സാവിയോ തല ചെരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ഒരിക്കൽ ഞാൻ സാവിയോയോട് പറഞ്ഞു, തല നിവർത്തി വയ്ക്കണം.
അവന് ആഗ്രഹമുണ്ട്, പക്ഷേ 10 സെക്കൻഡിൽ കൂടുതൽ തല നിവർത്തി വയ്ക്കുവാൻ സാവിയോയ്ക്ക് സാധിക്കുമായിരുന്നില്ല. അവൻ എന്നോട് ഒരു ദിവസം പറഞ്ഞു, അവൻ ഈ അവസ്ഥ ഈശോയോട് പറഞ്ഞു എന്ന്. അപ്പോൾ ഈശോ അവനോട് പറഞ്ഞു എന്ന്, നീ എന്നെ നോക്കുക മോനെ, എന്നെ നോക്കുക. എൻ്റെ തലയും ഒരു സൈഡിലേക്ക് ചെരിഞ്ഞായിരിക്കുന്നത്. എൻ്റെ അമ്മയെ നോക്കുക, എൻ്റെ അമ്മയുടെ തലയും ഒരു സൈഡിലേക്ക് ചരിഞ്ഞായിരിക്കുന്നത്. നമ്മളുടെയൊക്കെ തലയ്ക്ക് ഒരു ചരിവുണ്ട്, അതുകൊണ്ട് മോൻ വിഷമിക്കണ്ടെന്ന്. സാവിയോ എന്നോട് പറഞ്ഞു, അമ്മ ഈശോയുടെ കഴുത്തും തലയും കണ്ടിട്ടുണ്ടോ? മാതാവിൻ്റെ കഴുത്തും തലയും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്പം ചെരിഞ്ഞല്ല ഇരിക്കുന്നത്. അതിനുശേഷം ഒരിക്കലും സാവിയോയോട് ഞാൻ അത്തരം കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. നിരന്തരമായ ആശുപത്രിവാസത്തിലൂടെ അനേകർ ഇതുപോലെയുള്ള വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നത് മനസ്സിലാക്കുവാനും ദൈവം ഈ നാളുകളിൽ ഇടവരുത്തി. അനേക അമ്മമാർ കുഞ്ഞുങ്ങളുടെ വൈകല്യങ്ങളെ ഓർത്ത് ദുഃഖത്തിലും നിരാശയിലും കഴിയുന്ന, എന്തിനു നിരാശപ്പെടുന്നു എന്നുള്ളത് എൻ്റെ മനസ്സിലേക്ക് വന്നു. കാരണം ഈ കുഞ്ഞ് എൻ്റേതല്ല, ദൈവം ഒരു നിശ്ചിത കാലത്തേക്ക് എന്നെ ഏൽപ്പിച്ചതാണ്. അതിൻ്റെ വൈകല്യത്തെ ഓർത്ത് ഏതു സമയവും അതിൻ്റെ സൃഷ്ടാവിനോട് പരിതപിക്കുവാനോ പരാതി പറയുവാനോ എനിക്ക് അവകാശമില്ല എന്ന് എനിക്ക് ഉള്ളിൽ തോന്നി. ധാരാളം സ്വർഗീയ അനുഗ്രഹങ്ങൾ സാവിയോയ്ക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമൊക്കെ സാവിയോയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. സാവിയോയ്ക്കൊരു 12 വയസ്സുള്ള ഒരു സമയം ഭക്ഷണം കഴിക്കാതെ, സാവിയോയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയില്ല സാധാരണ കുട്ടികളെ പോലെ. ചിലപ്പോൾ വെള്ളം പോലും കഴിക്കാതെ ദിവസങ്ങളും ആഴ്ചകളും കഴിയും. അങ്ങനെയാകുമ്പോൾ ഹോസ്പിറ്റലിൽ ട്രിപ്പ് ഇടുകയാണ് ചെയ്യുന്നത് ജീവൻ നിലനിർത്താനായിട്ട്. ശരീരം ശോഷിച്ച് എല്ലും തൊലിയുമായിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ആ സമയത്ത് പ്രാർത്ഥിക്കാനായി വിശുദ്ധ അൽഫോൻസാമ്മയുടെ ഖബറിടത്തിൽ പോയി. സാവിയോ അവിടെ വെച്ച് ഒരു സിസ്റ്റർ സാവിയോയെ കണ്ടു. എന്നോട് പറഞ്ഞു, ഈ മകൻ എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തതെന്നറിയാമോ? ഇവന് ഭാരം കൂടുന്നത് കൊണ്ട് അമ്മ എടുത്തുകൊണ്ട് നടക്കുന്നതിൻ്റെ വിഷമം ഓർത്തിട്ടാണ് ഈ കുഞ്ഞ് ഭക്ഷണം കഴിക്കാത്തതെന്ന് ആ സിസ്റ്റർ പറഞ്ഞു. സാവിയോ അതുവരെ രഹസ്യമായി വെച്ചിരുന്ന ഒരു കാര്യമാണ്. അവൻ ഭക്ഷണം കഴിക്കാതിരുന്നാൽ, അവന് ബോഡി വെയ്റ്റ് കൂടാതിരിക്കുമ്പോൾ എനിക്ക് അവനെ എടുത്തുകൊണ്ട് നടക്കാൻ എളുപ്പമാകുമല്ലോ എന്നോർത്ത് ആ കുഞ്ഞ് ഭക്ഷണം ഉപേക്ഷിച്ചതായിരുന്നു. അൽഫോൻസാമ്മയുടെ ജന്മ സ്ഥലത്ത് വെച്ചാണ് ഇത് സംഭവിച്ചത്. ഞങ്ങളതിന് ശേഷം അവിടെ കോൺവെൻറ്റുണ്ട്, സിസ്റ്റേഴ്സിനെയൊക്കെ കണ്ടു. പക്ഷേ ഈ സംസാരിച്ച സിസ്റ്റർ മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സാവിയോയുടെ ആ അവസ്ഥ മനസ്സിലാക്കി തരാൻ വേണ്ടി വിശുദ്ധ അൽഫോൻസാമ്മ അവിടെ കടന്നു വന്നാണെന്നുള്ളത് ഞങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്. അങ്ങനെ സാവിയോയ്ക്ക് എപ്പോഴും കൂട്ടുകാരായിട്ട് മനുഷ്യരായിരുന്നില്ല, വിശുദ്ധരായി കടന്നു പോയവർ, സ്വർഗത്തിലിരിക്കുന്നവർ ഒക്കെയാണ് സാവിയോയുടെ കൂട്ടുകാരായിട്ട് എപ്പോഴും ഉള്ളത്. ഓരോ ദിവസം ചെല്ലുന്തോറും സാവിയോ ഒരു ദൈവിക പദ്ധതിയാണെന്നുള്ളത്, സാവിയോ ദൈവത്തിൻ്റെ പ്രത്യേക കരത്തിന് കീഴിലാണെന്നുള്ളത് ജീവിതത്തിൽ ബോധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാവിയോ മണ്ണന്തലയിൽ 5ാം ക്ലാസ്സിൽ അഡ്മിഷൻ വാങ്ങിയതിന് ശേഷം സാവിയോയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് എനിക്ക് ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ആ സ്കൂൾ ഒരു വീട് പോലെയായിരുന്നു. മാതാപിതാക്കളെ പോലെ, സഹോദരങ്ങളെ പോലെ ടീച്ചേഴ്സ് ഇടപെട്ടു. സ്വന്തം വീട് പോലെ സാവിയോയ്ക്ക് ആ സ്കൂളിൽ പഠിക്കാൻ പറ്റി. സാവിയോയ്ക്ക് വേണ്ടി 5 വർഷക്കാലം അവർ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ക്ലാസ് റൂം മാറ്റാതെ അവൻ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്നിടം വരെ വളരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് സാവിയെ പഠിപ്പിച്ചു.
സാവിയുടെ 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയതിന് ശേഷം +2 അഡ്മിഷൻ കിട്ടിയത് പട്ടം സെൻറ്റ് മേരീസ് സ്കൂളിലാണ്. സ്പെഷ്യൽ കുട്ടികളോടൊപ്പം വൈകല്യമുള്ള ഭിന്നശേഷിയുള്ള കുട്ടികളോടൊപ്പം പഠിപ്പിക്കാമെന്ന് വിചാരിച്ച് അവിടെ അഡ്മിഷൻ വാങ്ങിച്ചെങ്കിലും ബഹുമാനപ്പെട്ട ഫാദർ CC ജോൺ പ്രിൻസിപ്പാൾ പറഞ്ഞത് ഇവൻ നോർമൽ കുട്ടികളിലൂടെ പഠിക്കട്ടെ എന്നാണ്. അങ്ങനെ സാവിയോയ്ക്ക് സ്കൂളുകളിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും വളരെ പ്രോത്സാഹനവും സ്നേഹവും കരുതലും കിട്ടി. സാധാരണ കുട്ടികളുടെ കൂടെ പഠിച്ച് +2 അവൻ ഉന്നത വിജയം കരസ്ഥമാക്കി. വിദ്യാഭ്യാസം ഒരു ദൈവവിളിയാണ്. അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ രോഗിയെന്നോ അസ്വസ്ഥനെന്നോ യാതൊരു വേർവ്യത്യാസവുമില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ശാരീരികമായി, മാനസികമായി, ബൗദ്ധികമായി വൈകല്യമുള്ള, ഫിസിക്കലി മെൻ്റലി ചലഞ്ചഡായിട്ടുള്ള 250 വിദ്യാർത്ഥികളെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അവരെ പ്രത്യേക ക്ലാസ്സുകളിൽ ഇരുത്തുകയല്ല, മുഖ്യധാരയിൽ സാധാരണ വിദ്യാർത്ഥികളോടൊപ്പം ഇരുത്തി അവരെ പഠിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷം എൻ്റെ അടുക്കൽ സാവിയോയുടെ രക്ഷകർത്താക്കൾ എന്നോട് വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ഈ വിദ്യാർത്ഥിയെപ്പറ്റി വളരെയേറെ താല്പര്യത്തോടുകൂടി പറഞ്ഞു, അവനെ പ്രത്യേകിച്ച് നിങ്ങൾ മാറ്റി നിർത്തണ്ട, അവൻ ഇനിയും പഠിക്കട്ടെ. മുഖ്യധാരയിൽ സാധാരണ വിദ്യാർത്ഥികളോടൊപ്പം അവനിരുന്ന് പഠിക്കണം. അതുകൊണ്ട് സാവിയോ ഇന്ന് വളരെ മിടുക്കനായി പഠിക്കുന്നു. We give more importance to the extracurricular activities also, such as music, dance, yoga and counseling. Nowadays, we concentrate more on counseling. For each subject, we appointed part-time teachers. For counseling, we have appointed Mrs. Mercy Sebastian, the mother of Savio. Savio, as we all know, he is a physically handicapped child, but he is very intelligent. വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ദിനങ്ങളാണ് കഴിഞ്ഞുപോയ കാലങ്ങളൊക്കെ. ഹോസ്പിറ്റലിലുള്ള നിരന്തര വാസത്തിനിടയ്ക്ക് കണ്ടുമുട്ടിയ അനേകം പാവങ്ങൾ എന്നും എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചിരുന്നു. ഭക്ഷണത്തിനും ചികിത്സയ്ക്കും പണമില്ലാതെ കഷ്ടപ്പെടുന്ന പാവങ്ങൾ. അനേകം രോഗികൾക്ക് വേണ്ടി എൻ്റെ മകൻ കിടന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണ് ഞാനിന്ന് നടത്തുന്ന ഭക്ഷണ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നത്. എൻ്റെ മകൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ പ്രവൃത്തിയിലൂടെ കാണിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ശുശ്രൂഷ അങ്ങനെ സമർത്ഥമായി ഈശോ നയിക്കുന്നു. മരണത്തിൻ്റെ ആഴക്കടലിലേക്ക് ഊഴിയിട്ടവൻ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ജീവൻ നേടിയപ്പോൾ അത് ദൈവത്തിൻ്റെ നിയോഗമായിരുന്നു. കടപ്പാടിൻ്റെ കഠിനതയിലും കാലം തന്നിലേൽപ്പിച്ചത് ദൈവിക പദ്ധതി നടപ്പിലാക്കാനായിരുന്നു. മാലാഖമാർ മംഗളഗാനം പാടി ഈ മകന് ചുറ്റും നൃത്തം ചവിട്ടുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാം. നടക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശേഷിയുള്ളവർ കർത്താവിൻ്റെ ഹിതത്തിനെതിരായി പ്രവർത്തിക്കുമ്പോൾ എല്ലാം കർത്താവിലർപ്പിച്ച് ഇന്നും പിഞ്ചുകുഞ്ഞായി ജീവിക്കുന്ന മാതാവിൻ്റെ ഓമനപുത്രൻ. വിശുദ്ധ ഗണങ്ങൾ എൻ്റെ സഹോദരങ്ങളാണെന്ന് അഭിമാനത്തോടെ പറയുന്ന സാവിയോ ജീവിക്കുന്നു. വർഷങ്ങൾക്കു മുന്നേ മരണമടഞ്ഞ സാവിയോ ഇന്ന് ജീവിക്കുന്നത്
സ്വർഗത്തിലും ഭൂമിയിലുമാണ്. ഭൂമിയിൽ അമ്മ ബ്ലസ്സിയും സ്വർഗത്തിൽ ഈശോയും മാതാവും അനേകം വിശുദ്ധ ഗണങ്ങളും അവന് കൂട്ടായി ഉണ്ട്. ഇനി ജീവിക്കുവാൻ